ഇന്ന് നമുക്ക് റൈസ് തയ്യാറാക്കാം. പ്രോൺ മസാല റൈസ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് ബിരിയാണി അരി ഉപ്പിട്ട് വേവിച്ചത്, 1/2 കിലോഗ്രാം ചെമ്മീൻ, 2 സവാള കൊത്തി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, പുതിനയില അരിഞ്ഞത് 1/2 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ആദ്യം നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചി ചേർക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായി മൂത്ത് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികൾ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇപ്പോൾ പൊടികൾ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും പകുതി വീതം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാല തയ്യാറായി. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം. ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് റൈസിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനൊന്ന് വെന്താൽ മതി, വെള്ളം വറ്റേണ്ടതില്ല. നമുക്കിനി വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇതിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇനി വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ റൈസ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.